ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സന്ധുവും പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാകും. ഇരുവരുടെയും നിയമന ഉത്തരവ് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുറത്തിറക്കി. 1988 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥരാണ് ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സന്ധുവും. രാജീവ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ കമ്മീഷനിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ അരുൺ ഗോയൽ രാജിവെക്കുകയും അനൂപ് പാണ്ഡെ വിരമിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പുതിയ നിയമനം. രാജ്യത്ത് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിന്റെ സാധ്യതകൾ പഠിക്കാൻ നിയോഗിച്ച ഉന്നതതല സമിതി രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് റിപ്പോർട്ട് കൈമാറി. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇന്ത്യയിലെത്തിയ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഡാഷോ ഷെറിംഗ് തോഗ്ബെയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഉച്ചയ്ക്കാണ് ഭൂട്ടാൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെത്തിയത്. കേന്ദ്രമന്ത്രി അശ്വിനി കുമാർ ചൌബെ ഡൽഹി വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഈ വർഷം ജനുവരിയിൽ അധികാരമേറ്റ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ വിദേശ സന്ദർശനമാണിത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പ്രതിജ്ഞാബദ്ധതയോടെയുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ 10 വർഷം കേന്ദ്ര സർക്കാർ നടത്തിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM സ്വനിധി പദ്ധതി തെരുവോര കച്ചവടക്കാർക്ക് പുതുജീവനേകിയെന്നും ഗുണഭോക്താക്കളെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യവെ പ്രധാനമന്ത്രി പറഞ്ഞു. JLN സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ 1 ലക്ഷം തെരുവോര കച്ചവടക്കാർക്കുള്ള വായ്പകൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ഡൽഹി മെട്രോ 4ാം ഘട്ടത്തിന്റെ ഭാഗമായ 2 ഇടനാഴികളുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. രാജ്യത്തുടനീളമുള്ള ആദ്യ വോട്ടർമാരുടെ ആവേശം വ്യക്തമാക്കുന്ന വീഡിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമത്തിൽ പങ്കിട്ടു. ഇന്ത്യയുടെ നീളത്തിലും പരപ്പിലും യുവാക്കൾ മേരാ പെഹ്ല വോട്ട് ദേശ് കെ ലിയെ, എന്റെ ആദ്യ വോട്ട് രാജ്യത്തിനായി എന്ന് പറയുകയാണെന്ന് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ ശ്രീ മോദി വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുയോഗത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. 1 ലക്ഷത്തോളം പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് ജില്ലയിൽ വൻ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ഏർപ്പെടുത്തി. പത്തനംതിട്ട ടൌൺ മേഖലയിൽ നാളെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൌരത്വ ഭേദഗതി നിയമം കേരളം നടപ്പാക്കില്ലെന്ന മുൻ നിലപാടിൽ സംസ്ഥാന സർക്കാർ ഉറച്ചു നിൽക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമപരമായ തുടർ നടപടികൾക്ക് സംസ്ഥാനം തയ്യാറാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പൌരത്വ ഭേദഗതി നിയമം ജനാധിപത്യ വിരുദ്ധമാണെന്ന് വിമർശനമുന്നയിച്ച മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് മുൻപ് കേന്ദ്രം ധൃതി പിടിച്ച ചട്ടങ്ങൾ പുറത്തിറക്കിയതായും പറഞ്ഞു. കൊച്ചി വാട്ടർ മെട്രോയുടെ മുളവുകാട് നോർത്ത്, സൌത്ത് ചിറ്റൂർ, ഏലൂർ, ചേരാനെല്ലൂർ എന്നീ 4 ടെർമിനലുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിച്ചു. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ലോകശ്രദ്ധ ലഭിച്ചതായി അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു. ഇതിനോടകം 17 ലക്ഷം പേര് ഈ സേവനം ഉപയോഗിച്ചു കഴിഞ്ഞതായി പറഞ്ഞ മുഖ്യമന്ത്രി കൂടുതൽ ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്നത് ലക്ഷ്യമിട്ടാണ് അധികം സർവീസുകൾ ആരംഭിക്കുന്നത് എന്നും വ്യക്തമാക്കി. സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് വേതന വിതരണത്തിനായി 16.31 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. 13,560 തൊഴിലാളികളുടെ ഫെബ്രുവരി മാസത്തെ വേതനം നൽകുന്നതിനായാണ് തുക അനുവദിച്ചത്. കേരളത്തിൽ 9 ജില്ലകളിൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കെയർ-ഐസ് ഉദ്ഘാടനം കഴിഞ്ഞതോടെ ഒരിടത്തും അരിയില്ലാത്ത അവസ്ഥയാണെന്നും കെയർ-ഐസിന്റെ പേരിൽ കൂടുതൽ അരിയല്ല നൽകുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ വിധികർത്താവായി വിളിച്ചുവരുത്തിയ ആൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അദ്ദേഹത്തെ മർദ്ദിച്ച SFI നേതാക്കൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. കേരള സർവകലാശാല യുവജനോത്സവത്തിലെ സംഘർഷത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് സർവകലാശാല രജിസ്ട്രാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകി. മാർഗംകളി മത്സരത്തിന്റെ വിധികർത്താവായിരുന്ന PN ഷാജിയുടെ മരണം അന്വേഷിക്കണമെന്നും രജിസ്ട്രാർ ആവശ്യപ്പെട്ടു. മുൻഗണനാ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് നാളെ മുതൽ ഞായറാഴ്ച വരെ നടക്കും. അതിനാൽ ഈ ദിവസങ്ങളിൽ റേഷൻ വിതരണം ഉണ്ടാകില്ലെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. INDI സഖ്യം കർഷകരുടെ ശബ്ദമാകുമെന്നും അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രവർത്തിക്കുമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമായി മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ കർഷക റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ പദ്ധതികൾ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നുവെന്ന് ഉറപ്പാക്കിയാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസിന് കാപ്പിൽ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചതിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.